പ്രൊവൈഡഡ് ബിഫോർ ഡെലിവറി ആണ്. ഇത് നമുക്ക് മെയിനായിട്ട് റെഗുലർ ചെക്കപ്സ്, മെഡിക്കൽ ഗൈഡൻസസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്ന സർവീസസ്. ഇനി ഈ 3 കെയേഴ്സിനെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ എബോവ് സർവീസസ് മെയ് നോട്ട് ബി. അപ്പോൾ ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഫിസീഷ്യൻ തന്നെയാണ് ആൻറ്റിപാർട്ടം കെയർ ആൻഡ് ഡെലിവറി കെയർ പ്ലസ് പോസ്റ്റ്പാർട്ടം കെയർ ആണെങ്കിൽ 59622. ഇങ്ങനെ 3 കോഴ്സുകളുമാണ് ഉള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ്റ്റോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ CPTയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് 5 സീരീസിൽ മെറ്റേണിറ്റി കെയർ ആൻഡ് ഡെലിവറി എന്ന് പറയുന്നൊരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. പൊതുവെ മെഡിക്കൽ കോഡേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ് ഡെലിവറി സർവീസസ് പല സിറ്റുവേഷൻസിൽ എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതെ, അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ന്യൂ ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി 29 ഇന്ത്യൻ ടൈം രാവിലെ 10 മണി മുതൽ 12 മണി വരെയും, അതുപോലെ UAE ടൈം രാവിലെ 8:30 മുതൽ 10:30 വരെയുമാണ്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് അധികം സമയം വൈകാതെ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻസ് ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ലാസ്റ്റ് സെക്ഷനായിട്ട് വരുന്നതാണ് മെറ്റേണിറ്റി കെയർ ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ. സോ ഇതിൽ വരുന്ന നോർമൽ സർവീസസ് എന്തൊക്കെയാണ്, ഇതിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സർവീസസിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമ്മുടെ CPT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്രീഫ് അക്കൗണ്ട് നമുക്ക് നോക്കാം. അൺകോംപ്ലിക്കേറ്റഡ് മെറ്റേണിറ്റി കേസുമായി ബന്ധപ്പെട്ട് 3 സർവീസസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ആൻറ്റിപാർട്ടം കെയർ, ഡെലിവറി കെയർ ആൻഡ് പോസ്റ്റ്പാർട്ടം കെയർ. ഓരോന്നായിട്ട് നോക്കാം. അൺകോംപ്ലിക്കേറ്റഡ് കേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ആൻറ്റിപാർട്ടം കെയർ, അപ്പോൾ ഈ 3 സർവീസസിൽ ആൻറ്റിപാർട്ടം കെയർ എന്ന് പറയുന്നത് കെയർ പ്രൊവൈഡഡ് ബിഫോർ ഡെലിവറി ആണ്. ഇത് നമുക്ക് മെയിനായിട്ട് റെഗുലർ ചെക്കപ്സ്, മെഡിക്കൽ ഗൈഡൻസസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്ന സർവീസസ്. ഈ സർവീസസ് പെർഫോം ചെയ്യുന്നത് റൂട്ടീൻ ആൻറ്റിപാർട്ടൽ വിസിറ്റ്സിലാണ്. സോ നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫോർമാറ്റ്, റൂട്ടീൻ ആൻറ്റിപാർട്ടം വിസിറ്റ്സിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്ലി വിസിറ്റ്സ് അപ് ടു 28 വീക്സ് ഓഫ് ജസ്റ്റേഷൻ, ദെൻ ബൈ-വീക്ക്ലി വിസിറ്റ്സ് അപ് ടു 36 വീക്സ്, വീക്ക്ലി വിസിറ്റ്സ് അൺടിൽ ഡെലിവറി. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ആൻറ്റിപാർട്ടം വിസിറ്റ്സ് പെർഫോം ചെയ്യുന്നത്. ഇത് കൂടാതെയുള്ള എന്തെങ്കിലും അഡീഷണൽ വിസിറ്റ്സോ സർവീസസോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇൻട്രാപാർട്ടം കെയർ അഥവാ ഡെലിവറി കെയർ. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് പേഷ്യൻറ്റിന് ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് മുതൽ ചൈൽഡ് ബർത്ത് വരെ ഉള്ള പീരിയഡിൽ കൊടുക്കുന്ന മെറ്റേണിറ്റി കെയർ ആണ്. അത് വെജൈനൽ ഡെലിവറി ആകാം, C-സെക്ഷൻ ആകാം. അതിന് നമ്മൾക്ക് അതിൻ്റെ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ ഫോർ ഡെലിവറി, അതുപോലെ തന്നെ അഡ്മിഷൻ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ, ദെൻ അറ്റൻഡൻസ് ഓഫ് അൺകോംപ്ലിക്കേറ്റഡ് വെജൈനൽ ഓർ C-സെക്ഷൻ. ഈ പറയുന്ന കെയേഴ്സ് ഒക്കെ നമുക്ക് ഡെലിവറി കെയറിൽ ഇൻക്ലൂസീവ് ആണ്. മൂന്നാമത്തെ കെയർ ആണ് പോസ്റ്റ് പാർട്ടം കെയർ. കെയർ പ്രൊവൈഡഡ് ആഫ്റ്റർ ഡെലിവറിയാണ് പോസ്റ്റ് പാർട്ടം കെയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു അൺകോംപ്ലിക്കേറ്റഡ് കേസാണ് പറയുന്നത്. അതിനാൽ തന്നെ പ്രത്യേകിച്ച് അഡ്മിഷൻ റിക്വയർഡ് ആയിട്ടുള്ള വിസിറ്റ്സുകളൊന്നും പോസ്റ്റ് പാർട്ടത്തിൽ ആവശ്യമില്ല. ഫോളോ അപ്പ് കെയർ മിക്കവാറും OP വിസിറ്റ്സുകളായിരിക്കും, ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ്സുകളായിരിക്കും. ഇനി ഈ 3 കെയേഴ്സിനെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ എബോവ് സർവീസസ് മെയ് നോട്ട് ബി പെർഫോംഡ് ബൈ ദ സെയിം ഫിസീഷ്യൻ. ഇങ്ങനത്തെ സിറ്റുവേഷന് നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ജസ്റ്റേഷണൽ പീരിയഡിൽ മേ ബി ആ പേഷ്യൻറ്റിന് റീലൊക്കേറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഈ ആൻറ്റിപാർട്ടം കെയർ പ്രൊവൈഡ് ചെയ്ത സെയിം ഫിസീഷ്യൻ തന്നെ ആയിരിക്കണം എന്നില്ല ഡെലിവറി അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഫിസീഷ്യൻസ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി ബില്ല് ചെയ്യാനുള്ള ഫോർമാറ്റിലാണ് നമുക്ക് CPTയിൽ കോഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതെങ്ങനെയാണ് കോഡ്സ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കോഡുകളിലേക്കൊന്ന് പോകാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ CPT ടെക്സ്റ്റ് ബുക്കിൽ മെറ്റേണിറ്റി കെയർ ആൻഡ് ഡെലിവറി എന്ന് പറയുന്ന ഭാഗത്ത് 3 സെക്ഷൻസ് ആയിട്ടാണ് കോഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് വജൈനൽ ഡെലിവറി, അതുപോലെ സിസേറിയൻ ഡെലിവറി, അതുപോലെ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ ഡെലിവറി, അങ്ങനെ പറയുന്ന 3 സെക്ഷൻസ് ആയിട്ടാണ് കോഡുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ടേബിൾ ഫോമിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് കോഡുകൾ എടുക്കുന്നത്? കെയർ പെർഫോംഡ് ബൈ ദ സെയിം ഫിസീഷ്യൻ, അതായത് ഒരു ഫിസീഷ്യൻ ചെയ്യുന്ന സർവീസസിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ കോഡുകൾ കൊടുക്കാറുള്ളത് അല്ലേ. അപ്പം
ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് വജൈനൽ ഡെലിവറി ആൻഡ് സിസേറിയൻ ഡെലിവറിയുടെ കേസാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ ആണ് ഡോക്ടർ, അതായത് ഒരു സെയിം ഫിസിഷ്യൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ ആണെങ്കിൽ. അപ്പോൾ ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഫിസിഷ്യൻ തന്നെയാണ് ആൻറ്റിപാർട്ടം കെയർ പ്ലസ് ഡെലിവറി ആൻഡ് പോസ്റ്റ്പാർട്ടം കെയർ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും ഗ്ലോബൽ സർവീസ് ആണ്, ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ ആണ് ആ ഫിസിഷ്യൻ പെർഫോം ചെയ്തതെന്നും. ഓക്കെ, അപ്പോൾ വജൈനൽ ഡെലിവറിയുടെ കേസിൽ എന്താണ് ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, സെയിം ഫിസിഷ്യൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 59400 എന്ന് പറയുന്ന കോഡാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അതുപോലെ സെയിം ടൈം സിസേറിയൻ ഡെലിവറി ആണ് നമ്മുടെ സെയിം ഫിസിഷ്യൻ ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ സിസേറിയൻ ഡെലിവറിയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 59510 എന്ന് പറയുന്ന കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തത് ഡെലിവറി കെയർ ഓൺലി എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ പെർഫോം ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുന്നത് ആ ഡെലിവറി മാത്രമാണെങ്കിൽ വജൈനൽ ഡെലിവറിയുടെ കേസിൽ 59409 എന്ന് പറയുന്ന കോഡാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുതന്നെ സിസേറിയൻ ഡെലിവറിയുടെ കേസിൽ വരുമ്പോൾ 59514 എന്ന് പറയുന്ന കോഡാണ് ഡെലിവറി കെയർ ഓൺലി എന്ന് പറയുന്ന സർവീസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ്, ഡെലിവറി കെയർ പ്ലസ് പോസ്റ്റ്പാർട്ടം കെയർ, അതായത് ഫിസിഷ്യൻ പെർഫോം ചെയ്യുന്നത് ഡെലിവറി കെയറും അതുപോലെ പോസ്റ്റ്പാർട്ടം കെയറും മാത്രമാണെങ്കിൽ വജൈനൽ ഡെലിവറിയുടെ കേസിൽ 59410 എന്ന് പറയുന്ന കോഡാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതേസമയം സി സെക്ഷൻ ഡെലിവറിയുടെ കേസിൽ, സിസേറിയൻ ഡെലിവറിയുടെ കേസിൽ 59515 എന്ന് പറയുന്ന കോഡാണ് ഇതിന് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ആൻറ്റിപാർട്ടം കെയർ മാത്രമാണ് നമ്മുടെ ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എത്ര നമ്പർ ഓഫ് വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് ഡോക്ടറുമായിട്ട് എത്ര വിസിറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ കോഡുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് വജൈനൽ ഡെലിവറിയുടെ കേസിൽ 4 to 6 വിസിറ്റ്സ് വരെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ 59425 എന്ന കോഡ് റിപ്പോർട്ട് ചെയ്യണം. ഇത് തന്നെയാണ് സിസേറിയൻ ഡെലിവറിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ സിസേറിയൻ ഡെലിവറിയുടെ കേസിലായാലും ആൻറ്റിപാർട്ടം വിസിറ്റ്സ് 4 to 6 ആണെങ്കിൽ 59425 എന്ന സെയിം കോഡ് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഇത് 7 or more വിസിറ്റ്സ് ആണെങ്കിലോ നമ്മൾ വജൈനലിൻ്റെ കേസിലായാലും സിസേറിയൻ്റെ കേസിലായാലും 59426 എന്ന് പറയുന്ന കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പോസ്റ്റ്പാർട്ടം കെയർ ഓൺലി, അതായത് ഫിസിഷ്യൻ്റെ സർവീസ് പോസ്റ്റ്പാർട്ടം കെയർ മാത്രമാണെങ്കിൽ നമുക്ക് വജൈനൽ ഡെലിവറിയുടെ കേസിലായാലും സിസേറിയൻ ഡെലിവറിയുടെ കേസിലായാലും 59430 എന്ന് പറയുന്ന കോഡ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ വജൈനൽ ഡെലിവറിയുടെയും സിസേറിയൻ ഡെലിവറിയുടെയും കേസിൽ അറേഞ്ച് ചെയ്യുന്ന, അതായത് റിപ്പോർട്ട് ചെയ്യാറുള്ള കോഡുകൾ. ഇനി നമ്മൾ മുൻപ് പറഞ്ഞ ഗൈഡ് ലൈനിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അതാണ് അറ്റംപ്റ്റഡ് വെജൈനൽ ഡെലിവറി ആഫ്റ്റർ പ്രീവിയസ് സിസേറിയൻ ഡെലിവറി. ഇതെന്ന് പറയുന്നത് പ്രീവിയസ്ലി സി സെക്ഷൻ അണ്ടർഗോ ചെയ്ത ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ വെജൈനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഈ അറ്റംപ്റ്റഡ് വെജൈനൽ ഡെലിവറി ഓൾവേസ് സക്സസ്ഫുൾ ആവണം എന്നില്ല. അറ്റംപ്റ്റ് ചെയ്തത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് വെജൈനൽ ഡെലിവറി എന്ന രീതിയിലുള്ള സെറ്റ് ഓഫ് കോഡ്സ് നമുക്കുണ്ട്. ഇനി അതല്ല, ഇപ്രാവശ്യവും ഈ അറ്റംപ്റ്റ് അൺസക്സസ്ഫുൾ ആയിട്ട് സി സെക്ഷൻ പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേറൊരു സെറ്റ് ഓഫ് കോഡ്സും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെയിം ഫിസിഷ്യൻ പെർഫോം ചെയ്യുന്ന കെയർ അനുസരിച്ച് ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ വിത്ത് സക്സസ്ഫുൾ വെജൈനൽ ഡെലിവറി ആഫ്റ്റർ പ്രീവിയസ് സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ 59610 എന്ന കോഡായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡെലിവറി കെയർ ഓൺലി ആണ് ഇപ്പോൾ ഫിസിഷ്യൻ പെർഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ 59612 ആൻഡ് ഡെലിവറി കെയർ പ്ലസ് പോസ്റ്റ്പാർട്ടം കെയർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സർവീസാണ് ഒരു ഫിസിഷ്യൻ പെർഫോം ചെയ്തെങ്കിൽ 59614. ഇങ്ങനെ 3 കോഡ്സുകളും. ഇനി ആ ഒരു അറ്റംപ്റ്റ് അവിടെ അൺസക്സസ്ഫുൾ ആവുകയും ഇപ്രാവശ്യവും സി സെക്ഷൻ തന്നെ പേഷ്യൻറ്റിന് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ മെറ്റേണിറ്റി കെയർ കോഡ് 59618, ഡെലിവറി കെയർ ഓൺലി കോഡാണെങ്കിൽ 59620 ആൻഡ് ഡെലിവറി കെയർ പ്ലസ് പോസ്റ്റ്പാർട്ടം കെയർ ആണെങ്കിൽ 59622. ഇങ്ങനെ 3 കോഡ്സുകളുമാണ് ഉള്ളത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിസേറിയൻ ഡെലിവറി മുൻപ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റാണ്. ഇപ്രാവശ്യം വേണമെങ്കിൽ ഇലക്റ്റീവായിട്ട്
സിസേറിയൻ ഡെലിവറിക്ക് റെഡി ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ നോർമൽ ഡെലിവറി കോഡ്സ് അങ്ങ് കൊടുത്താൽ മതി, നോർമൽ സി സെക്ഷൻ്റെ കോഡുകൾ അങ്ങ് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, പ്രീവിയസ് സി സെക്ഷന് ശേഷം ഇപ്രാവശ്യം ഈ പേഷ്യൻ്റ് വെജൈനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അത് സക്സസ്ഫുൾ ആകുമോ ആകാത്ത കേസാണ് നമ്മൾ ഈ കോഡുകൾ യൂസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആൻറ്റിപാർട്ടം കെയർ മാത്രം പെർഫോം ചെയ്യുന്നൊരു ഡോക്ടർക്ക് കൊടുക്കുന്ന കോഡ്സ് 59425 ആൻഡ് 26 ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആൻറ്റിപാർട്ടം വിസിറ്റ്സ് ബേസ് ചെയ്തിട്ട്. അതുപോലെ പോസ്റ്റ്പാർട്ടം കെയർ മാത്രമാണ് ഒരു ഫിസിഷ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കുന്ന കോഡുകളും 59430 തന്നെയാണ്. നേരത്തെ സെറ്റിലും ഇതേ സെയിം കോഡുകൾ തന്നെയായിരുന്നു. ആൻഡ് ഇവിടെയും നമുക്ക് ഈ കോഡ്സ് തന്നെയാണ് വെജൈനൽ ആയാലും സി സെക്ഷൻ ആയാലും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ട്വിൻസ് ഡെലിവറിയുടെ കേസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഫീറ്റസ് എ ആൻഡ് ബി കൺസിഡർ ചെയ്യണം. അപ്പോൾ ട്വിൻസിൻ്റെ ഡെലിവറിയുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം 3 കേസസ് ആയിട്ടാണ് നമുക്കത് അവതരിപ്പിക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീറ്റസ് എ ആൻഡ് ബി വജൈനലി ഡെലിവറി നടക്കാം. അതുപോലെ ട്വിൻസ് എ ആൻഡ് ബി സിസേറിയൻ വഴി ഡെലിവറി നടക്കാം. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ട്വിൻ എ ജനിക്കുന്നത് വജൈനലിയും ട്വിൻ ബി ജനിക്കുന്നത് സിസേറിയൻ വഴിയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കേസുകളിൽ എങ്ങനെയാണ് കോഡ് വരുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ട്വിൻ എ ആൻഡ് ബി വജൈനലി ഡെലിവറി നടക്കുന്ന കേസ് നമുക്ക് നോക്കാം. അതിന് നമ്മൾ 2 കേസസ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്ലോബൽ സർവീസിൻ്റെ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വജൈനൽ ഡെലിവറിയുടെ കേസിൽ. അപ്പോൾ ആ കോഡ്, അതായത് 59400 എന്ന് പറയുന്ന കോഡിനെ വിത്ത് മോഡിഫൈഡ് 22 അപ്പെൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതെന്തുകൊണ്ടാണ്, അതായത് ഇവിടെ 3 കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഫിസിഷ്യൻ തന്നെ പെർഫോം ചെയ്യുന്നത് ആൻറ്റിപാർട്ടം ആൻഡ് ഡെലിവറി ആൻഡ് പോസ്റ്റ്പാർട്ടം കെയർ, അങ്ങനെ 3ഉം കൂടി ഒരു ഡോക്ടർ തന്നെ പെർഫോം ചെയ്യുകയാണ്. അത് 2 കുഞ്ഞുങ്ങളുടെ കേസിൽ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു ഇൻക്രീസ്ഡ് പ്രൊസീജിയർ സർവീസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മോഡിഫൈഡ് 22 അപ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒരു കേസ്. ഇനി ഇതിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സെറ്റ് ഓഫ് കോഡ്സ് എന്ന് പറഞ്ഞാൽ 59400 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ മെറ്റേണിറ്റി കെയറിൻ്റെ കോഡ് വിത്ത് നമുക്ക് 59409 എന്ന് പറയുന്ന ഡെലിവറി ഓൺലി വജൈനൽ ഡെലിവറി ഓൺലിയുടെ കോഡ് വിത്ത് മോഡിഫൈഡ് 51 അപ്പെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 കേസിലും നമുക്ക് വരുന്ന ഓപ്ഷനിൽ ഏതാണോ കറക്റ്റ് അതനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചൂസ് ചെയ്യാനായിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ട്വിൻ എ ആൻഡ് ബി സിസേറിയൻ ഡെലിവറി വഴി ഡെലിവറി നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഒറ്റ കേസേ ഉള്ളൂ, അതായത് 59510 എന്ന് പറയുന്ന സിസേറിയൻ സെക്ഷൻ്റെ ഗ്ലോബൽ കെയർ, അതിൻ്റെ കോഡ് വിത്ത് മോഡിഫൈഡ് 22 അപ്പെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. അതും ഒരു ഇൻക്രീസ്ഡ് പ്രൊസീജിയർ സർവീസ് തന്നെയായിരിക്കും, ബിക്കോസ് 2 കുഞ്ഞുങ്ങളും ജനിക്കുന്നത് സി സെക്ഷൻ വഴിയാണ്. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ കേസ് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഒരു കുഞ്ഞ് ജനിക്കുന്നത് വജൈനൽ ഡെലിവറി വഴിയും മറ്റൊരു കുഞ്ഞ് സി സെക്ഷൻ വഴിയുമാണ് ജനിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക, ഇതിൽ നമുക്കറിയാം വജൈനലി ആൻഡ് സിസേറിയൻ 2 ഡെലിവറീസും കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ സി സെക്ഷൻ ഡെലിവറി തന്നെയായിരിക്കും കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ അതിനെ ആദ്യം റിപ്പോർട്ട് ചെയ്യുകയാണ്, അതായത് സി സെക്ഷൻ ഡെലിവറിയുടെ ഗ്ലോബൽ കെയർ കോഡായിട്ടുള്ള 59510 നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വജൈനൽ ഡെലിവറിയുടെ ഡെലിവറി ഓൺലി ആ കോഡ് നമ്മൾ അതിനോട് അപ്പെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 2 റിപ്പോർട്ട് ചെയ്തിട്ട് 2ാമത്തെ കോഡിൻ്റെ കൂടെ നമ്മൾ മോഡിഫൈഡ് 51 കൊടുക്കുകയാണ്. കാരണം സെയിം ടൈമിലാണ് ഈ 2 കുഞ്ഞുങ്ങളുടെ ബർത്ത് സെയിം ഡോക്ടർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 59510, 59409 വിത്ത് മോഡിഫൈഡ് 51, അതാണ് ഒരു കുഞ്ഞ് വജൈനലിയും മറ്റൊരു കുഞ്ഞ് സിസേറിയൻ വഴിയും ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കോഡ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. CPT തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതെ, നമുക്കിനി ഇത് മാത്രമല്ല, ഇന്ന് നമ്മൾ ഗൈഡ് ലൈൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് പ്രാക്ടിക്കൽ സിനാരിയോസിൽ അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതെ, അപ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഇൻഡസിൻ്റെ ന്യൂ ബാച്ച്
ഈ വരുന്ന ഫെബ്രുവരി 29 രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഇന്ത്യൻ ടൈം. അതുപോലെ UAE ടൈം ആണെങ്കിൽ രാവിലെ 8:30 മുതൽ 10:30 വരെ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് എപ്പോഴും വരുന്ന എൻക്വയറീസിൽ നമ്മുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും അവർക്ക് അവൈലബിൾ ആയിട്ടില്ല, അതിനി അവൈലബിൾ ആവാനും സ്പെഷ്യലി CPT പഠിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കുറച്ച് നമുക്ക് എപ്പോഴും വരാറുണ്ട് അങ്ങനത്തെ എൻക്വയറീസ്. അപ്പോൾ അവർ തീരെ വിഷമിക്കേണ്ട. ഇൻഡസിൻ്റെ എല്ലാ മാസവും എക്സാം പ്രിപ്പറേഷൻ ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊക്കെ ചേരാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾ അധികം വൈകാതെ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Stay tuned for more videos.